ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇനി മുതൽ കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയുടെ റിവ്യൂ ആണ് ഈ ചാനലിൽ ഇടാൻ പോകുന്നത്. ചെമ്പരത്തിക്ക് കിട്ടിയ സപ്പോർട്ട് ഇതിനുമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ തുടങ്ങാം. ശാരദാമ്മയുടെയും മക്കളുടെയും കഥ പറയുന്ന ഈ പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇത്. അങ്ങനെ കാശ് വാങ്ങിക്കാനായി വിഷ്ണു തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ആരടാ അത്? അവനാ അത്, ബ്ലേഡുകാരി സത്യഭാമയുടെ മകനാണ്. അന്നേരം വിഷ്ണു അവരുടെ അടുത്തേക്ക് എത്തുകയാണ്. എന്താണ് നിനക്ക് വേണ്ടത്? വിഷ്ണു പറയുകയാണ്, ഒലത്താൻ വേണ്ടി വന്നതാണ്. എന്നാൽ പിന്നെ നമുക്കങ്ങ് തുടങ്ങിയാലോ എന്ന് പറഞ്ഞ് വിഷ്ണു അടിക്കുകയാണ് അവരെ. പിന്നീട് കാണിക്കുന്നത് വിഷ്ണു അവരും തമ്മിൽ തിയേറ്ററിന് പുറത്ത് മഴയത്ത് ഒരു ഉഗ്രൻ സംഘടനം തന്നെയാണ്. അവസാനം അതിലൊരാളെ അടിച്ചവശനാക്കിയതിനു ശേഷം കഴുത്തിൽ നേരെ കാൽ വെച്ചിട്ട് വിഷ്ണു പറയുകയാണ്, ബ്ലേഡുകാരിയുടെ മകനല്ല, ബ്ലേഡ് സത്യഭാമയുടെ മകൻ. മൂർച്ച കൂടും. പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിന്റെ വീടാണ്. അവിടത്തെ കണക്കപ്പിള്ളയാണ് രമണൻ പിള്ള. രമണൻ പിള്ളയ്ക്ക് ചായ കൊണ്ട് കൊടുക്കുകയാണ് സെർവന്റ്. രമണൻ പിള്ള ചോദിക്കുകയാണ്, വിത്തൗട്ട് തന്നെ ആണല്ലോ അല്ലേ? അതെ, പഞ്ചാര ഇട്ടിട്ടില്ല. അയ്യോ, അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്, വിത്തൗട്ട് തന്നെ അല്ലേ എന്ന്. പഠിച്ചിട്ടില്ല അല്ലേ? കണക്കും ഇംഗ്ലീഷും പഠിക്കാത്തതാണ് നിങ്ങളുടെയൊക്കെ കുഴപ്പം. അന്നേരം സെർവന്റ് പറയുകയാണ്, പഠിച്ചിട്ടുണ്ട്, BA കാരിയാണ്. ഇത് കേട്ടൊന്ന് ഞെട്ടി രമണൻ പിള്ള ചോദിക്കുകയാണ്, അയ്യോ ആണോ? അറിഞ്ഞില്ല കേട്ടോ. ഇറ്റ്സ് ഓക്കെ എന്നും പറഞ്ഞ് സെർവന്റ് പോവുകയാണ്. അതിനുശേഷം രമണൻ പിള്ള പറയുകയാണ്, എന്റെ അമ്മോ, ജോലിക്കാരികൾ ഇങ്ങനെ തുടങ്ങിയാൽ എന്റെ ഇവിടത്തെ കണക്കപ്പിള്ള സ്ഥാനം പോകുന്ന ലക്ഷണമാണല്ലോ. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഈ രമണൻ പിള്ള ഇതുപോലുള്ള പുസ്തകം കൊണ്ട് ഇവിടെ നങ്ങ് മുങ്ങും. പിന്നെ ഇവിടത്തെ പലിശക്കാര് ബ്ലേഡുകാരി സത്യഭാമ കൊച്ചമ്മ നാട്ടുകാർക്ക് കൊടുത്ത കാശിന്റെ കണക്ക് ചോദിക്കാൻ വന്നെന്റെ കാല് പിടിച്ചേ പറ്റൂ. പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിന്റെ അമ്മയും അച്ഛനെയുമാണ്. അച്ഛൻ വീൽ ചെയറിലാണ്. അമ്മ പൂജ ചെയ്ത ശേഷം പ്രസാദം കൊണ്ടുവന്ന് അച്ഛനെ തൊടിയിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആകെ ദേഷ്യപ്പെട്ടിരിക്കുന്ന രാജേശ്വരിയാണ്. രാജേശ്വരി ശാരദാമ്മ തിടംപെടുത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആകെ കലിതുള്ളി നിൽക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ വന്ന് ചോദിക്കുകയാണ്, കഴിക്കുന്നില്ലേ? ഗോപാലകൃഷ്ണനെ ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കുകയാണ് രാജേശ്വരി. നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ. എന്റെ അനിയനും നമ്മുടെ മോനും വേലക്കാർക്കുമൊന്നും നിന്റെ മുന്നിൽ വരാനുള്ള ധൈര്യമില്ല. അതാണ് ഞാൻ തന്നെ വിളിക്കാമെന്ന് വിചാരിച്ചത്. രാജേശ്വരി പറയുകയാണ്, ആ സ്ത്രീ അപമാനിച്ചു വിട്ടു എന്നെ, ഈ രാജേശ്വരിയെ. ഇതിപ്പോ ആദ്യമായിട്ടല്ല, പലതവണയായി പല സ്ഥലത്ത് വെച്ച് പലരുടെയും മുന്നിൽ അപമാനം 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 മാത്രം എന്ന് പറഞ്ഞ് മേശപ്പുറത്ത് കൈയിടിക്കുകയാണ് രാജേശ്വരി. അന്നേരം അവിടേക്ക് രാജേശ്വരിയുടെ അനിയനും മകനും എത്തുന്നുണ്ട്. ആ കൈയിടിച്ചപ്പോൾ രാജേശ്വരിയുടെ കയ്യിലൂടെ കുപ്പിവിളകൾ പൊട്ടി രക്തമൊലിക്കുകയാണ്. രാജേശ്വരി എന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ പിടിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് ഗോപാലകൃഷ്ണനെ വിരൽ ചൂണ്ടുകയാണ് രാജേശ്വരി. വീണ്ടും അമ്പലത്തിലെ കാര്യങ്ങൾ ആലോചിച്ച് കലിതുള്ളുകയാണ് രാജേശ്വരി. അവളോ അവളുടെ പെൺമക്കളോ സമാധാനമായി ഇനി ഒരു രാത്രി പോലും ഉറങ്ങാൻ പാടില്ല. എന്നെ അപമാനിച്ച ആ ജനങ്ങൾക്ക് മുൻപിൽ തന്നെ പിച്ചതണ്ടി അവർ അലയുന്നത് കാണിച്ചു കൊടുക്കും ഈ രാജേശ്വരി. അന്ന് അവരുടെ കണ്ണിൽ നിന്നും ഒഴുകാൻ പോകുന്നത് കണ്ണീരല്ല, ചോരയാണ്. കയ്യിലെ ചോര നോക്കിയ ശേഷം രാജേശ്വരി പറയുകയാണ്, ഈ ചോരയ്ക്ക് പകരം ഞാൻ എടുക്കാൻ പോകുന്ന ചോര കണക്ക്. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ ഹോട്ടലാണ്. ശാരദാമ്മ പറയുകയാണ്, എല്ലാവരും അമ്പലത്തിൽ പോകുന്നത് എന്തിനാ? ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ. അതിനു പകരമായി സിനിമ ഡയലോഗ് അടിക്കുന്നതിൽ വലിയ കാര്യമൊന്നും ഇല്ല. ഇതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ടു നിൽക്കുകയാണ് ശാരികയും ശാലിനിയും ശ്യാമയും. ശ്രീകോവിലിനുള്ളിലിരിക്കുന്ന ദേവിയെല്ലാം കണ്ടും കേട്ടും മിണ്ടാതിരിക്കുന്നുണ്ടല്ലോ. പിന്നെന്താ ഇത്തിരി പോകുന്ന ഈ നരുന്തുകൾക്ക്? ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ്, ദേ ശാന്തേച്ചി ഞാൻ. അപ്പോൾ ശാന്ത പറയുകയാണ്, സാരമില്ലടി, ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ അങ്ങ് കളഞ്ഞേക്ക്. ശാരദാമ്മ പറയുകയാണ്, അല്ലെങ്കിൽ തന്നെ പരിപാവനമായ സ്ഥലത്ത് നിന്ന് ഘോരം ഘോരം പ്രസംഗിക്കാൻ ഇവൾക്കെന്താ കൊമ്പുണ്ടോ? 4 അക്ഷരം പഠിച്ചുപോയി, അതിന്റെയാണ് ഈ അഹങ്കാരം. ഇപ്പോ വീട്ടിൽ കിടന്ന് കാണിക്കുന്നത് കൂടാതെ നാട്ടിലും തുടങ്ങിയിരിക്കുകയാണ് അഭ്യാസം. ഇവര് ഇന്ന് ഞാൻ എന്നും പറഞ്ഞ് ശാരദാമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ശാലിനി. അന്നേരം അവിടേക്ക് കവിത എത്തുകയാണ്. കവിതയേച്ചി എന്ന് ശാലിനി പറയുമ്പോൾ ശാരദാമ്മ എണീറ്റ് പോയി കവിതയെ സ്വീകരിക്കുകയാണ്. ശാരദാമ്മ ചോദിക്കുകയാണ്, വയറ്റുകണ്ണിയായിട്ട് നീ എന്തിനാ ഇത്ര ദൂരം നടന്നത്? എന്താ വേണ്ടെന്ന് വെച്ചാൽ ശാരദാമ്മ അങ്ങ് എത്തിക്കുമായിരുന്നല്ലോ, വാ നടക്ക്, സൂക്ഷിച്ച് എന്ന് പറയുകയാണ് ശാരദ. സുഖമല്ലേ നിനക്കെന്ന് ശാലിനിയോട് ചോദിക്കുകയാണ് കവിത. അതിനുശേഷം ശാലിനി പറയുകയാണ്, ശാരികേച്ചി ദേ കൂട്ടുകാരി വന്നിട്ടുണ്ട്. കവിതയെ കണ്ട് ഓടി വരികയാണ് ശാരിക. ശാരിക ചോദിക്കുകയാണ്, നിന്റെ രവിയേട്ടൻ വന്നില്ലേ? ഇല്ലടി, നാഗർകോവിൽ പോയിരിക്കുകയാണ്. ശ്യാമ പറയുകയാണ്, അതിനുവേണ്ടി ദൂരെ പോയിട്ടൊന്നും കാര്യമില്ല. അവിടുത്തെ ലേഡി സ്റ്റോറിലെ ഫാഷൻസ് എല്ലാം ഓൾഡ് ഫാഷൻസ് ആണ്. ശാരദാമ്മ പറയാണ്, ഓൾഡ് ഫാഷൻ ആയാലും വള കൈയിലും മൂക്കുത്തി മൂക്കിലും ഇടാനുള്ളതല്ലേ. അതിനുശേഷം കവിതയ്ക്കുള്ള സാധനങ്ങളൊക്കെ കവറിലാക്കി കൊടുത്തിട്ട് രാജിയോട് പറയുകയാണ്, മോളെ കവിതയെ വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ട് വാ. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി കേട്ടോ. മോൾ ഇങ്ങോട്ട് വരണമെന്നില്ല, ദേ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഒറ്റയ്ക്കൊന്നും പുറത്തിറങ്ങി നടക്കരുത്. ശരി ശാരദാമ്മേ. അതിനുശേഷം രാജി കവിതയും കൂട്ടി പോവുകയാണ്. അതിനുശേഷം ശാരദാമ്മ ശാലിനിയോട് വന്ന് പറയുകയാണ്, ദേ നോക്ക്, നിന്റെ ശാരികേച്ചിയുടെ കൂടെ പഠിച്ചതാണ്. ഇപ്പൊ ദേ കല്യാണവും കഴിഞ്ഞ് ആദ്യത്തെ കുഞ്ഞും ആകാറായി.
നീ ഇങ്ങനെ നടന്നോ? നിന്റെ ചേച്ചിയുടെ കല്യാണം നടത്തണ്ടേ നമുക്ക്? ദേഷ്യപ്പെട്ട വീണ്ടും ശാരദാമ്മ പറയാണ്, അച്ഛന് വേണ്ടാത്തവർക്ക് എങ്ങനെ കല്യാണം നടക്കാനാണ്? അവളിങ്ങനെ അരിയും കഴുകി പാത്രവും കഴുകി എന്നും അടുക്കളപ്പുറത്തിരിക്കും, അത്ര തന്നെ. ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ്, മതി. അല്ല, ഏതവനാണി അച്ഛൻ? ഇനി അയാൾ വന്നിട്ടേ കല്യാണം നടക്കൂ എന്നുണ്ടെങ്കിൽ എന്റെ ചേച്ചിക്ക് കല്യാണം വേണ്ട. നേരം ശാരികയും ശ്യാമയും അവിടേക്ക് വരികയാണ്. ചേച്ചി എന്ന് ശ്യാമ വിളിക്കുന്നുണ്ട്. നീ മിണ്ടാതിരിയടി എന്ന് ശാലിനി പറയുന്നു. അതെ, അച്ഛനില്ലെങ്കിൽ വേണ്ട, ഞാൻ നടത്തും ഇവളുടെ കല്യാണം. ശാരദാമ്മ പറയുന്നു, ഓ പിന്നെ നീ അങ്ങ് നടത്തും. അതെ, അപ്പം ചുടുന്ന പോലെ എളുപ്പമല്ല കല്യാണം നടത്താൻ. മാവ് പരത്തി അതൊക്കെ തനിയെ ഉണ്ടാക്കുമ്പോൾ അങ്ങ് ഉണ്ടാകും, പക്ഷെ പെണ്ണിനെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കല്യാണം ഒറ്റയ്ക്കുള്ള കളിയല്ല, അതിന് ആളും പേരും കൂടിയേ പറ്റൂ. ദേഷ്യപ്പെട്ട് ശാരദാമ്മ പോകുമ്പോൾ ശാലിനി പറയാണ്, അമ്മയൊന്ന് നിന്നേ. അന്നേരം ശങ്കരേട്ടൻ വന്ന് ശാരദാമ്മയെന്ന് വിളിക്കുകയാണ്. പക്ഷെ ആ സിറ്റുവേഷൻ കണ്ടിട്ട് ശങ്കരേട്ടൻ തിരിഞ്ഞു പോവുകയാണ്. പിന്നീട് ശാരദാമ്മ ശങ്കരേട്ടനെ തിരിച്ചു വിളിക്കുകയാണ്. ശങ്കരേട്ടൻ ചായ കുടിക്കാൻ വന്നതല്ലേ, കുടിച്ചിട്ട് പോകാം. നേരം ശങ്കരേട്ടനെ കണ്ട് ദേഷ്യപ്പെട്ട് ശാലിനി പറയാണ്, ഇവിടെ ചായയും കൂയയും ഒന്നും ഇല്ല, ഈ കട കുറച്ചു കഴിഞ്ഞിട്ടേ തുറക്കുന്നുള്ളൂ. ശങ്കരേട്ടൻ പോകാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ പുറത്തേക്ക് ചെല്ലുകയാണ്. ശങ്കരേട്ട പോകല്ലേ, ചായ കുടിക്കാൻ വന്നതല്ലേ, അല്ല അത് ചായ ഇല്ലാന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഉണ്ടെന്നേ, ശങ്കരേട്ടൻ വാ എന്നും പറഞ്ഞ് ശങ്കരനെ അകത്തേക്ക് കൂട്ടുകയാണ് ശാരദ. ശങ്കരേട്ടൻ അവിടെ ഇരിക്കെന്നും പറഞ്ഞ് ശങ്കരനെ ഇരുത്തുകയാണ് ശാരദ. അതിനുശേഷം ശാന്തയെ വിളിക്കുകയാണ്. ശാന്തയെ മധുരം കൂട്ടി ഒരു സ്ട്രോങ് ചായ. അതിനുശേഷം ശാരദ ശങ്കരനോട് പറയണ, അല്ല ചേട്ടൻ തന്നെ പറയ്, ഒരു കല്യാണം നടക്കുമ്പോൾ അവിടെ പെണ്ണിന്റെ അച്ഛൻ വേണമോ വേണ്ടയോ? അതെന്ത് ചോദ്യമാ ശാരദാമ്മേ? പെണ്ണിന്റെ അച്ഛനില്ലാതെ എങ്ങനെയാ കല്യാണം നടക്കുക എന്ന് പറയുന്ന തീർത്തുന്നതിന് മുമ്പേ ശാലിനിയുടെ മുഖത്ത് നോക്കിയാണ് ശങ്കരൻ. ശാലിനി ചോദിക്കുകയാണ്, അല്ല പെണ്ണിന്റെ അച്ഛൻ കൂടിയേ തീരുകയുള്ളൂ? ചൂട് ചായ തൊള്ളയിലേക്ക് ഒഴിച്ചു തരും ഞാൻ. അയ്യോ എന്ന് പറഞ്ഞു മാറുകയാണ് ശങ്കരൻ. അതിനുശേഷം ശങ്കരൻ പറയാണ്, അതിപ്പോ പെണ്ണിന്റെ അച്ഛൻ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ശാരദാമ്മ ചോദിക്കുകയാണ്, നിർബന്ധമില്ലെന്നോ? ശങ്കരേട്ടൻ എന്തുവായി പറയുന്നേ? അത് പിന്നെ ശാരദാമ്മേ, കല്യാണം നടക്കുമ്പോൾ പെണ്ണിന്റെ കൈപിടിച്ചു കൊടുക്കാൻ അച്ഛൻ വേണമോ വേണ്ടയോ? അത് ഉറപ്പായും വേണം എന്ന് പറഞ്ഞ് ചായ കുടിക്കാൻ തുടങ്ങുമ്പോൾ ശങ്കരന്റെ കയ്യിൽ പിടിക്കുകയാണ് ശാലിനി. അതിനുശേഷം ചായ കുടിക്കാൻ സമ്മതിക്കാതെ ആ ചായ മേശപ്പുറത്തേക്ക് വയ്പ്പിക്കുകയാണ് ശാലിനി. ശാലിനി ചോദിക്കുകയാണ്, കൈപിടിച്ചു കൊടുക്കാൻ അച്ഛൻ തന്നെ വേണമെന്നുണ്ടോ? അതങ്ങനെ നിർബന്ധമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ്, അതല്ലേ നാട്ടു നടപ്പ്? അല്ല, നമുക്ക് എങ്ങനെ അത് മാറ്റാൻ കഴിയും ചേട്ടാ? അല്ല, ശാസ്ത്രപ്രകാരം പറയുകയാണെങ്കിൽ എന്നും പറഞ്ഞ് വീണ്ടും ചായ കുടിക്കാൻ തുടങ്ങിയാണ് ശങ്കരൻ. വീണ്ടും കയ്യിൽ കയറി പിടിച്ചിട്ട് ശാലിനി ചോദിക്കുകയാണ്, പെണ്ണിന്റെ അച്ഛൻ ചത്തുപോയാൽ എന്ത് ചെയ്യും ചേട്ടാ? പെണ്ണിന്റെ അച്ഛൻ മരിച്ചുപോയ ശാസ്ത്രപ്രകാരം എന്ന് പറഞ്ഞ് വീണ്ടും ശാരദാമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, ശങ്കരേട്ടാ. അന്നേരം ശാലിനി പറയാൻ, അതെ, ഈ ശാസ്ത്രവും കുസ്ത്രവും ഒന്നും നമുക്ക് താല്പര്യമില്ലെങ്കിലോ? അതൊക്കെ കണ്ടിട്ട് ശാരിക ശ്യാമയെ പറഞ്ഞു വിടുകയാണ് അങ്ങോട്ടത്തേക്ക്. ശ്യാമ ചെല്ലുകയാണ്, ചേച്ചി. ശാലിനിയെ പിടിച്ചിട്ട് ശ്യാമ പറയുകയാണ്, ചേച്ചി വന്നേ, നമുക്ക് മാർക്കറ്റിൽ പോകാൻ ലേറ്റായി. ശാലിനി പറയാണ്, ആ അതാണ് ഇതിലും ഭേദം. ചന്തയിൽ പോയി സാധനം വാങ്ങിക്കാനേ ഇനി അച്ഛൻ വേണമെന്ന് പറയില്ലല്ലോ. നീ വാ എന്നും പറഞ്ഞ് ശാലിനി പോവുകയാണ്. ശാലിനി പോയ ശേഷം ശങ്കരേട്ടൻ ചോദിക്കുകയാണ്, എനിക്കിത് കുടിക്കാമല്ലോ അല്ലേ? ചേട്ടൻ ധൈര്യമായിട്ട് കുടിക്കും, ഇതൊക്കെ അവളുടെ വെറും വരട്ടല്ലേ. അതിനുശേഷം ഒരു പഴം കൂടി കൊണ്ടു കൊടുത്തിട്ട് ശാരദാമ്മ പറയാണ്, ദേ ഈ പഴം കൂടി കടിച്ചോ കേട്ടോ. മാർക്കറ്റിലേക്ക് പോകാൻ ഇറങ്ങുന്നേരം ശാലിനി പറയാണ്, അതെ, ഇതുവരെയുള്ള പറ്റെല്ലാം ചേർത്ത് 398. ചായയും പഴവും കൂടെ കൂട്ടി 411. അത് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി ഇയാള്. ശങ്കരൻ പറയാണ്, വേലയും കൂലിയും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് മോളെ ഒരുമിച്ച് ഇത്രയും കാശ് എന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ്, വേലയുണ്ടല്ലോ ശാസ്ത്രജ്ഞനായിട്ട്, കൂലി ഞാൻ തരുന്നുണ്ട്, പോയിട്ട് വരട്ടെ ഞാൻ. ശാരദാമ്മയെന്ന് ശങ്കരേട്ടൻ വിളിക്കുമ്പോൾ ശാരദാമ്മ പറയാണ്, ചേട്ടൻ ധൈര്യമായിട്ട് കുടിക്കുക, പറ്റൊക്കെ നമുക്ക് പിന്നെ നോക്കാമെന്നേ. പിന്നീട് കാണിക്കുന്നത് മാർക്കറ്റാണ്. അവിടെ രാജേശ്വരിയുടെ അനിയനും മകൻ അനൂപും ഒക്കെ ഇരിക്കുകയാണ്. രാജേശ്വരിയുടെ അനിയൻ സിഗരറ്റ് വലിക്കുകയാണ്. അതിനുശേഷം അനൂപിന് കൊടുത്തിട്ട് പറയണം, ദാ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വേണ്ടെന്ന് അനൂപ് പറയുമ്പോൾ വീണ്ടും രാജേശ്വരിയുടെ അനിയൻ പറയാണ്, നീ നോക്കൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഒരു കുഴപ്പവും ഉണ്ടാകില്ല. അതിനുശേഷം അനൂപ് സിഗരറ്റ് വാങ്ങി വലിക്കുകയാണ്. അതിനുശേഷം ചുമയ്ക്കുന്നു. അന്നേരം അവിടേക്ക് വരുന്ന ശ്യാമയെയും ശാലിനിയെയും കണ്ടിട്ട് രാജേശ്വരിയുടെ അനിയൻ പറയാണ്, അതെ, ചില എമർജൻസി കാര്യങ്ങളുണ്ട്, ഞാനതൊക്കെ സാധിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് സിഗരറ്റ് അനൂപിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, തൽക്കാലം നീ ഇതൊന്ന് പിടിച്ചേ. അതിനുശേഷം അവിടെ നിന്ന് ഓടുകയാണ് രാജേശ്വരിയുടെ അനിയൻ. എന്റെ പൊന്നോ, എന്നെ അവളുടെ കണ്ണിൽ പെട്ടാൽ തീർന്നു. ശ്യാമയും ശാലിനിയെയും കണ്ടിട്ട് അവിടേക്ക് ചെല്ലുകയാണ് അനൂപ്. കയ്യിലിരിക്കുന്ന സിഗരറ്റ് ശാലിനി ഒന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് താഴെ ഇടുകയാണ് അനൂപ്. എന്ത് പറ്റി ചേച്ചി, ടയർ പഞ്ചറായോ? നന്നാക്കാൻ ഞാൻ ആളെ വിളിക്കാം. അന്നേരം ശാലിനി പറയാണ്, നന്നാവാൻ നീ സ്വയം നോക്കിയാൽ മതി. കഷ്ടം, ആ കുടുംബത്ത് കൊള്ളാവുന്നതായിട്ട് ഒരാളുണ്ടെന്ന് തോന്നിയതാണ് എനിക്ക്. അതും ഇപ്പോൾ പുകഞ്ഞു തീരുന്ന ലക്ഷണമാണ്. ചേച്ചി അതെന്ന് പറയുമ്പോൾ ശാലിനി പറയാണ്, പോടാ, നിന്നെ ഒന്നും ജില്ലാ കളക്ടർ ആക്കാനൊന്നും പറ്റില്ല. അതാണല്ലോ നിന്റെ അച്ഛന്റെ ആഗ്രഹം. നീ ഇവിടെ വരുന്ന പെൺകുട്ടികളെയൊക്കെ വായി നോക്കി നടക്ക്. കണക്കണക്കുന്ന കളക്ടർ ആവുകയുള്ളൂ നീയൊക്കെ. വൃത്തികെട്ടവൻ, നീ വാടി എന്നും പറഞ്ഞ് ശ്യാമയും കൂട്ടി പോവുകയാണ് ശാലിനി. പിന്നീട് അവർ മാർക്കറ്റിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കള്ളൻ പെട്ടെന്ന് വന്ന് ശ്യാമയുടെ കയ്യിലിരിക്കുന്ന ബാഗ് തട്ടിപ്പറിച്ച് ഓടുകയാണ്.
അയ്യോ ചേച്ചി ബാഗ് എന്ന് ശ്യാമ പറയുമ്പോൾ ശാലിനി തിരിഞ്ഞു നോക്കുകയാണ്. എന്ന് വിളിച്ചുകൊണ്ട് കള്ളന്റെ പിറകെ ഓടുകയാണ് ശാലിനി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ബാക്കി നാളെ. ഓക്കെ, താങ്ക് യു.